നമസ്കാരം. മലയാളത്തിൻ്റെ മഹാപ്രതിഭ പി ഭാസ്കരൻ 1924 ഏപ്രിൽ 21 തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ പുല്ലൂറ്റുംപാടം എന്ന തറവാട്ടിൽ ജനിച്ചു. പിതാവ് നന്ദിലത്ത് പത്മനാഭമേനോൻ. അദ്ദേഹം പ്രമുഖ അഭിഭാഷകനും ഒരു കവിയും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്നു. മാതാവ് പുല്ലൂറ്റുംപാടത്ത് വീട്ടിൽ മാളുവമ്മ. സ്കൂൾ വിദ്യാഭ്യാസം ശൃംഗപുരം ഹൈസ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസം മഹാരാജാസ് കോളേജ് എറണാകുളം. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പിതാവ് മരണപ്പെട്ടു. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം തൊട്ട് കവിതകൾ എഴുതി തുടങ്ങി. അതെല്ലാം അന്നത്തെ പല പ്രസിദ്ധീകരണങ്ങളിലും പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു. കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയായിരുന്ന അദ്ദേഹം ആ കാലഘട്ടത്തിൽ ധാരാളം വിപ്ലവ ഗാനങ്ങളും കവിതകളുമെല്ലാം എഴുതിയിരുന്നു. 1942 കോളേജ് പഠനകാലത്ത് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. ആയതോടെ കോളേജ് പഠനം മുടങ്ങി. പിന്നീട് കോഴിക്കോട് ദേശാഭിമാനി വാരികയിൽ ജോലി ആരംഭിച്ചു. 1946 പുന്നപ്ര വേലാർ സമരത്തിനോടനുബന്ധിച്ച് നടന്ന പോലീസ് വെടിവയ്പ്പിന് ശേഷം അദ്ദേഹം എഴുതിയ പ്രസിദ്ധമായ ഒരു കവിതയായിരുന്നു വയലാർ ഗർജിക്കുന്നു എന്നത്. അന്നത്തെ തിരുവിതാംകൂർ ഗവൺമെൻറ് നിരോധിക്കുകയുണ്ടായി. സ്വാതന്ത്ര്യാനന്തരം അദ്ദേഹം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടെല്ലാം അകലം പാലിച്ചു. മദ്രാസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജയകേരളം എന്ന വാരികയുടെ എഡിറ്ററായി നിയമിതനായി. ആ കാലഘട്ടത്തിൽ അപൂർവ സഹോദരങ്ങൾ എന്ന ഒരു തമിഴ് സിനിമയിൽ ഒരു പ്രത്യേക ഗാനം, അതായത് തെന്നിന്ത്യൻ ഭാഷയിലെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ 4 ഭാഷകളിലെ വരികൾ ഉൾപ്പെട്ടിരുന്ന ഒരു ഗാനം. അതിലെ മലയാള വരികൾ എഴുതിക്കൊണ്ടാണ് അദ്ദേഹം സിനിമാ ഗാന രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. 1950 ചന്ദ്രിക എന്ന മലയാളം സിനിമയിലാണ് അദ്ദേഹം മലയാളത്തിലാദ്യമായിട്ട് സിനിമാ ഗാനങ്ങൾ എഴുതുന്നത്. ഇതിനിടയിൽ അദ്ദേഹം കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ നിയമിതനായി. പ്രോഗ്രാം എക്സിക്യൂട്ടീവായും എഡിറ്ററായും അദ്ദേഹം അവിടെ ജോലി ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിൽ ആകാശവാണിക്ക് വേണ്ടി ധാരാളം ലളിതഗാനങ്ങളും ഏതാനും റേഡിയോ നാടകങ്ങളും അദ്ദേഹം എഴുതുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ കൂടുതൽ സിനിമാ ഗാനങ്ങൾ എഴുതിയിരുന്ന അദ്ദേഹം 1954 നീലക്കുയിൽ എന്ന സിനിമയുടെ സംവിധായകനായി രാമു കാര്യാട്ട് എന്ന സംവിധായകനോടൊപ്പം. ആ സിനിമ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ചില പുതുമകൾ നിറഞ്ഞ ഒരു ചിത്രമായിരുന്നു. പ്രധാനമായും അതിലെ ഗാനങ്ങൾ, അതുവരെയുള്ള മലയാള ചലച്ചിത്ര ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ തമിഴിലെയോ ഹിന്ദിയിലെയോ ഏതെങ്കിലും ഒരു ഹിറ്റായ ട്യൂൺ ഫോളോ ചെയ്യുന്നു, അതിനനുസരിച്ച് കുറച്ച് വരികൾ എഴുതുന്നു. വരികളാണ് കേട്ടോ, ഇന്നത്തെ പോലെ വാക്കുകളല്ല. അത്രയും സമാധാനം. ഏതായാലും അതിനൊന്നും ഒരു മലയാളിത്തം അവകാശപ്പെടാൻ പറ്റില്ലായിരുന്നു. നീലക്കുയിൽ എന്ന സിനിമയിൽ അദ്ദേഹം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം തന്നെ എഴുതിയ ഗാനങ്ങൾക്ക് അദ്ദേഹത്തോടൊപ്പം കോഴിക്കോട് ആകാശവാണിയിൽ ജോലി ചെയ്തിരുന്ന കെ രാഘവൻ എന്ന സംഗീതജ്ഞൻ സംഗീതം പകർന്നു. കോഴിക്കോട് ആകാശവാണിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനായിരുന്ന ഉറൂബ് എന്ന PC കുട്ടിക്കൃഷ്ണനായിരുന്നു അതിൻ്റെ കഥ. ആ സിനിമ മലയാളം കണ്ട തികച്ചും വ്യത്യസ്തമായൊരു സിനിമയായി എന്ന് മാത്രമല്ല, ഒരു മലയാള സിനിമയ്ക്ക് ആദ്യമായി ദേശീയ അംഗീകാരം ലഭിക്കുന്നത് ആ സിനിമയ്ക്കാണ്. അത് ഏറ്റവും മികച്ച 2ാമത്തെ സിനിമ പ്രസിഡന്റിൻ്റെ രജത കമലം എന്ന അന്നത്തെ ഒരു പുരസ്കാരം. പിന്നീട് ആകാശവാണിയിലെ ജോലി രാജിവെക്കുകയും പൂർണ്ണമായും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. 44 സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു. 7 സിനിമകൾ നിർമ്മിച്ചു. 7 സിനിമകളിൽ അദ്ദേഹം അഭിനയിക്കുകയും ചെയ്തു. അതിൽ ആദ്യ സിനിമയായ നീലക്കുയിലിലും അദ്ദേഹം ഒരു പ്രധാന വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. നീലക്കുയിൽ കൂടാതെ അദ്ദേഹം സംവിധാനം ചെയ്ത നായര് പിടിച്ച പുലിവാല് എന്ന സിനിമയും ദേശീയ അംഗീകാരം നേടുകയുണ്ടായി. സുദീർഘമായ സിനിമാ ജീവിതത്തിനിടയിൽ 3000-ഓളം സിനിമാ ഗാനങ്ങൾ അദ്ദേഹം എഴുതി. ഒരു വിരോധാഭാസം കൂടി പറയാം, ഇത്രയും കാലാതിവർത്തിയായ ഗാനങ്ങൾ എഴുതിയ അദ്ദേഹത്തിന് ആകെ 3 തവണയാണ് മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡ് ലഭിച്ചത്. സിനിമാ ഗാനരംഗത്ത് അദ്ദേഹം വെട്ടിത്തുറന്ന വഴിയിലൂടെ പിന്നീട് കടന്നു വന്ന കവികളാണ് വയലാർ രാമവർമ്മ, ശ്രീകുമാരൻ തമ്പി, ONV കുറുപ്പ്,
യൂസഫ് അലി കേച്ചേരി തുടങ്ങിയവർ. യൂസഫ് അലി കേച്ചേരി അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് മലയാള സിനിമാ ഗാനത്തിൻ്റെ പിതാവ് എന്നാണ്. ഒറ്റക്കമ്പിയുള്ള തമ്പുരു എന്ന കവിതയ്ക്ക് 1980 ഓടക്കുഴൽ അവാർഡും 1981 കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിക്കുകയുണ്ടായി. ഇതുകൂടാതെ ആശാൻ പുരസ്കാരം, വള്ളത്തോട് അവാർഡ് എന്നിവയും അദ്ദേഹത്തെ തേടിയെത്തി. 1998 കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. സിനിമാ മേഖലയിൽ 2 ദേശീയ അംഗീകാരം നേടിയ സിനിമകളുടെ സംവിധായകനായി എന്ന് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു, വെറും 3 മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡുകൾ ലഭിച്ചു. അതുകൂടാതെ സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. കൂടാതെ പ്രേം നസീർ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. 2007 ഫെബ്രുവരി 25 അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സാഹിത്യ കൃതികളും സിനിമാ ഗാനങ്ങളും പല സിനിമകളും കാലാതിവർത്തിയായി ഇന്നും നിലനിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികൾ 2010 DC ബുക്സ് പുറത്തിറക്കുകയുണ്ടായി.